ഹലോ, ദേ വളരെ രുചികരമായ സിമ്പിളൻ കറിയാണേ. നല്ല പുളിയും മധുരവും എരിവും ഒത്തുചേർന്ന ഒരു അപാര സ്വാദ്. ദേ ഇന്ന് നമുക്ക് തമിഴ്നാട്ടിലൊക്കെ ഹിറ്റായ മാമ്പഴക്കുളമ്പ് ഉണ്ടാക്കിയാലോ? വായോ, തേങ്ങ അരക്കേണ്ടതില്ല, വെറും 10 മിനിറ്റിനുള്ളിൽ ഒരടാറ് കറി റെഡിയാണ്. ചോറിനൊപ്പം സൈഡായി കഴിക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാ. ദേ മാമ്പഴ സീസൺ അവസാനിക്കാൻ പോണ ഈ സമയത്ത് ഒന്നുണ്ടാക്കി നോക്കിക്കോ, സംഗതി ഉഷാറാ. ഞാനിവിടെ കുറച്ച് നല്ലവണ്ണം പഴുത്ത നാടൻ കുഞ്ഞൻ മാമ്പഴം തൊലി കളഞ്ഞെടുക്കുന്നുണ്ടേ. നല്ലവണ്ണം പഴുത്തത് കൊണ്ട് തൊലി അടർത്തിയെടുക്കാൻ വളരെ സിമ്പിളാണ്. പിന്നെ നാടൻ മാമ്പഴത്തിന്റെ ആ മണത്തിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ, വായിൽ വെള്ളം വരും. ദേ ഞാൻ മാമ്പഴം മുഴുവനായും തൊലി നീക്കിയെടുത്തിട്ടുണ്ടേ. ഇനി പ്രധാന പണിയിലേക്ക് കടന്നാലോ? ആദ്യം തന്നെ ഒരു മൺചട്ടിയിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയുടെ കൂടെ തന്നെ ഒരു പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി കനം കുറഞ്ഞ് നീളത്തിലരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത ശേഷം ഇവയെല്ലാം കൈകൊണ്ട് നന്നായി തിരുമ്മി കൂട്ടിയെടുക്കണം. മാങ്ങ കൂടുതലുണ്ടെങ്കിൽ സവാളയും പച്ചമുളകിന്റെയും ഒക്കെ അളവ് കൂട്ടാൻ കേട്ടോ. ഇനി ഈ തിരുമ്മിയെടുത്തവയിലേക്ക് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത മാമ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ടേ. മാമ്പഴത്തിന് കൂടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ പൊടിച്ച ശർക്കരയും ചേർക്കാം. ഇവയുടെ കൂടെ 2 ടേബിൾ സ്പൂൺ വാളൻപുളി പിഴിഞ്ഞ വെള്ളവും ചേർത്ത് എല്ലാം കൂടെ ഒന്ന് തിരുമ്മി കൂട്ടി കുഴച്ച് മറിച്ചെടുക്കണം. ഇനി ഈ മിക്സ് ചെയ്തെടുത്ത മാമ്പഴക്കൂട്ടിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം അമിതമായി വേണ്ട കേട്ടോ. മാങ്ങയുടെ നിരപ്പെ വെള്ളം ചേർത്ത ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടപ്പിട്ട് നന്നായി പതഞ്ഞ് ഒന്ന് തിളച്ച് മറിയുന്നത് വരെ വേവിച്ചെടുക്കണം. ഒരുപാടൊന്നും വേവണ്ട, ഒരു 5-6 മിനിറ്റ് ഒന്ന് നന്നായി തിള വന്നാൽ അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം തുറന്നു വെച്ച് നമ്മുടെ ആവശ്യത്തിന് ചാറ് കുറുകി വരുന്നത് വരെയും വറ്റിച്ച് കുറുക്കിയെടുക്കണം. പിന്നെ നിങ്ങൾ ഈ രുചി ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ എന്നൊന്ന് കമന്റ് ചെയ്യണേ. ഇന്നത്തെ രുചിക്ക് ഒരു ലൈക്കും ആവാം. ദേ അങ്ങനെ ഞാൻ തുറന്നു വെച്ച് തിളപ്പിച്ച് ആവശ്യത്തിന് കുളമ്പിന്റെ ചാറ് തിക്കാക്കി എടുത്തിട്ടുണ്ടേ. ഇനി ഇവനെ അടുപ്പേന്ന് വാങ്ങി വെക്കാം. തണുക്കുമ്പോൾ കുറച്ചുകൂടി തിക്കായി വന്നോളും. ഇനി ഒരു ചെറിയ താളിപ്പാവാം. ഒരു പാൻ നല്ലവണ്ണം ചൂടായതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി കാഞ്ഞു വരുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുക് വിതറി കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയ ശേഷം അല്പം വട്ടത്തിലരിഞ്ഞ കൊച്ചുള്ളിയും ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചതും 2 തണ്ട് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ച ശേഷം തീ കുറച്ച് വെച്ച് ഈ താളിപ്പിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് വീണ്ടും നന്നായി മൂപ്പിച്ച ശേഷം ചൂടോടുകൂടി തന്നെ ദേ ഈ താളിപ്പ് മാമ്പഴക്കുളമ്പിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൂട്ടിയെടുക്കണം. ദേ പറഞ്ഞ പോലെ സിമ്പിൾ കറിയല്ലേന്നേ. ഏത് മാമ്പഴം കിട്ടിയാലും ഇവനെ ഒന്ന് ട്രൈ ചെയ്തു. എപ്പോഴും മാമ്പഴ പുളിശ്ശേരി മാത്രം മതിയോ? ഒരു ചേഞ്ച് ഒക്കെ വേണ്ടടാവേ. എല്ലാ കൂട്ടുകാരും അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു കിടിലൻ രുചിയുമായി കണ്ടുമുട്ടാം. അതുവരെ ബൈ ഫ്രം വിച്ചൂസ്.